നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ജംബുദ്വീപാദികളിൽ ഭഗവത് പൂജ എന്ന 21ാമത്തെ ദശകത്തിലെ 12ാമത്തെ അന്തിമ ശ്ലോകം. ഒരു ദശകം എന്നാൽ 10 ശ്ലോകങ്ങളാണ്. പക്ഷേ ചില ദശകങ്ങളിൽ ശ്ലോകങ്ങളുടെ സംഖ്യ മേൽപ്പത്തൂർ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ 12 ശ്ലോകങ്ങളാണ് പ്രസ്തുത ദശകത്തിലുള്ളത്. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. പാതാളമൂലഭുവി ശേഷതനും ഭവന്തം ലോകൈകകുണ്ടലവിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിഃ ജുഷ്ടം ഭജേ ഹര ഗദാൻ ഗുരുഗേഹനാഥ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. പാതാളമൂലഭുവി ശേഷതനും ഭവന്തം ലോകൈകകുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിഃ ജുഷ്ടം ഭജേ ഹര ഗദാൻ ഗുരുഗേഹനാഥ. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. പാതാളമൂലഭുവി ലോകൈകകുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിഃ ജുഷ്ടം ശേഷതനും ഭവന്തം ഭജേ ഭോ ഗുരുഗേഹനാഥ മമ ഗദാൻ ഹര. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അഗാധമായ പാതാള ലോകത്തിൽ ഇളകിയാടുന്ന കുണ്ടലം കൊണ്ട് പ്രശോഭിക്കുന്ന 1000 ശിരസ്സുകളോടെ നീലവസ്ത്രം ധരിച്ച് ഹലമെന്ന കലപ്പയെന്ന ആയുധവും പിടിച്ച് നാഗവനിതകളാൽ പരിസേവിതനായി സ്ഥിതി ചെയ്യുന്ന ആദിശേഷ സ്വരൂപനായ അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണമേ എന്നാണ് ഈ അന്തിമ ശ്ലോകത്തിൽ 12ാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി കൃഷ്ണഭഗവാനോട് അപേക്ഷിക്കുന്നത്. നമസ്തേ.